Hi friends, welcome to D Indian Cuisines. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ ബിരിയാണി. ഇത് വന്നിട്ട് വളരെയധികം റിച്ച് ആയിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് വേണം എടുക്കാൻ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മെൽറ്റഡ് ബട്ടറാണ്. അപ്പോൾ അത് വന്നിട്ട് ഈ ഒരു കപ്പ്, ഇത് 1/8 കപ്പാണ്. ഈ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 30 ml വരും. അപ്പോൾ അതേ കപ്പിൻ്റെ അളവിൽ കുക്കിംഗ് ക്രീം എടുത്തിട്ടുണ്ട് 30 ml. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ഒരു വെളുത്തുള്ളി യൂസ് ചെയ്യുന്നുണ്ട്, വലിയൊരു മുഴുവൻ ഒരു വെളുത്തുള്ളി. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ഇഞ്ചിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അരച്ചിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. ബാക്കി പകുതി നമുക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന തൈരാണ്. അപ്പോൾ ഇത് വന്നിട്ട് നല്ല കട്ട തൈരാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 60 ml വരും. അതേ കപ്പിൻ്റെ അളവിൽ 2 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വലുപ്പത്തിന് നാരങ്ങ വേണം. 1 ടീസ്പൂൺ റോസ്റ്റഡ് ക്യുമിൻ പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഞാൻ ഇവിടെ 2 നുള്ള് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പും നാരങ്ങ നീരിലുമാണ് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ചിക്കൻ്റെ എന്തെങ്കിലും സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ ചിക്കൻ കുറച്ചും കൂടെ ടെൻഡറും ആവും. അപ്പോൾ ഇത് മാരിനേറ്റ് ആവുന്ന നേരം കൊണ്ട് നമുക്ക് അടുത്ത മാരിനേഷനുള്ള ഇത് റെഡിയാക്കി വയ്ക്കാം. ചിക്കൻ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനി മാറ്റി വയ്ക്കാം അരമണിക്കൂർ. നമുക്കിനി സെക്കൻഡ് മാരിനേഷൻ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് തൈര് ആഡ് ചെയ്യുക, കുക്കിംഗ് ക്രീം ആഡ് ചെയ്യുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. റോസ്റ്റഡ് ക്യുമിൻ പൗഡർ, ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ. അതിൻ്റെ കൂടെ നമ്മുടെ കസൂരി മെത്തിയും കൂടെ ഇതുപോലെ കൈയിൻ്റെ ഇടയിലൊന്ന് നിരത്തിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി മെൽറ്റഡ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരല്പം ഉപ്പിടുന്നുണ്ട്. കുറച്ചിട്ടാൽ മതിയാവും, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെയെല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിപ്പം ഹാഫ് ആൻ അവർ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ ഒരു മാരിനേറ്റിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെയുള്ള പ്രോസസ്സ് നമ്മൾ വന്നിട്ട് തലേ ദിവസം രാത്രി ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതിൽ സ്പൈസൊക്കെ പിടിച്ചിരിക്കും ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. നമുക്ക് ഇത്രയും പണിയും കുറഞ്ഞിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് എല്ലാം മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിനി ബിരിയാണി അരി റെഡിയാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 2 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ബിരിയാണി റൈസ്, കൈമ റൈസ്, കാലി ജീര റൈസ് എന്നൊക്കെ പറയും. അപ്പോൾ അത് വന്നിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിൽ 2 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഇത് ബട്ടർ ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇതെല്ലാം ബട്ടറിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിന് ബട്ടർ എടുത്തിട്ടുണ്ട്. സ്പൈസസ് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, ഒരു തക്കോലം. അപ്പോൾ ഇത് വന്നിട്ട് രമ്പയുടെ ഇലയാണ്, പാൻഡൻ ലീഫ് എന്ന് പറയും. അപ്പോൾ ഇത് വന്നിട്ട് ഇവിടെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കുഞ്ഞു പീസാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണ് പതിവ്. അത് നമുക്ക് എളുപ്പം യൂസ് ചെയ്യാം, കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഞാനൊരു 6 ഏലക്ക, 6 ഗ്രാമ്പു, പിന്നെ ഒരു 1/2 ഇഞ്ച് പട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഈ റെസിപ്പിക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2.5 കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് നമുക്കിനി ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ എളുപ്പം കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മുടെ ഹോൾ സ്പൈസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രമ്പയുടെ ഇല ഒഴിച്ച് ബാക്കിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് രമ്പയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്കിതിന് വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്, ലോയിലാക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ അരി ആഡ് ചെയ്യാം. അപ്പോൾ അരി വന്നിട്ട് ഞാൻ ഊറ്റി വെച്ചേക്കുകയാണെങ്കിൽ അതിൽ അല്പം വെള്ളത്തിൻ്റെ അംശമുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ അരി ആഡ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉപ്പ് നോക്കുക, ഈ ഒരു സ്റ്റേജിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ബിരിയാണി വേവിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ലോ മീഡിയം ഫ്ലെയിമിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഫ്ലെയിം കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലെയിമിൽ, ലോ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം വന്നിട്ട് ലോ മീഡിയത്തിൽ നിന്ന് ഏറ്റവും ലോയിലേക്ക് ആക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ ഇതിപ്പോൾ മൊത്തം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ബിരിയാണി അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ മൊത്തം നമ്മൾ 10 മിനിറ്റാണ് വേവിച്ചത്. 5 മിനിറ്റ് ലോ മീഡിയം ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് തുറക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടനെ ഇളക്കരുത്, ഒരു 5 മിനിറ്റ് നമുക്കിത് തുറന്ന് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലുള്ള ഹോൾ സ്പൈസ് ഒക്കെ എടുത്ത് മാറ്റി. അതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പം ഇടയ്ക്ക് എന്തെങ്കിലും ഹോൾ സ്പൈസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പം ബാക്കി ഓൾമോസ്റ്റ് ഒരു 70 to 80% ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ദം ചെയ്യുമ്പം നമുക്ക് വെന്ത് കിട്ടും. ഇതിപ്പോൾ താഴെ ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക താഴേന്ന്. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഞാനിത് തുറന്ന് തന്നെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറും. 15 മിനിറ്റ് തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ഇത് അടച്ച് വയ്ക്കാം. അടുത്തന്നെ ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അലുമിനിയം ട്രേൻ്റെ മുകളിൽ സ്ക്യൂവറിലാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ആ ചിക്കൻ്റെ ജ്യൂസൊക്കെ അപ്പോൾ നമുക്ക് ഈ ട്രേയിൽ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതും നമ്മുടെ ഗ്രേവിയിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് കുറേ കൂടെ ടേസ്റ്റ് കിട്ടും നമ്മുടെ ഗ്രേവിക്ക്. നമുക്കിതിന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പാനിൽ തന്നെ ഇച്ചിരി ബട്ടർ ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ പിന്നെ ഫർദർ ഗ്രേവി ഉണ്ടാക്കുക. അപ്പോൾ നമുക്കിനി ബട്ടർ ചിക്കൻ ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ആണിത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിയില ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 2 സവാളയാണ്. അതും ഇതുപോലെ ചെറുതായിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ വന്നിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 200 ml കുക്കിംഗ് ക്രീമാണ്. ഇത് വന്നിട്ട് ടൊമാറ്റോ പ്യൂരിയാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ച ആ ഒരു 1/8 കപ്പിൻ്റെ ഇതിൽ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് കടയിൽ നിന്ന് മേടിച്ചതാണ്. സ്പൈസസ് നോക്കാം. ഈ ഒരു വലുപ്പത്തിൽ പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ബിരിയാണി മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും. ആദ്യം നമുക്ക് പാൻ ചൂടായതിന് ശേഷം ഒരല്പം എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ബട്ടറും കൂടെ ആഡ് ചെയ്യാം. നമുക്കിനി ഹോൾ സ്പൈസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സവാള വന്നിട്ട് ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, ബിരിയാണി മസാല. അപ്പോൾ ഇതേ റെസിപ്പി തന്നെ ബട്ടർ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ബാക്കി ഗരം മസാലയും കാശ്മീരി ചില്ലി പൗഡറും മതി. അപ്പോൾ സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രേവി വന്നിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്, ഗ്രിൽഡ് ചിക്കൻ. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയും കൂടെയാണ് നമ്മുടെ ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഈ റെസിപ്പിയിൽ വന്നിട്ട് ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുവിധം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ബട്ടർ ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഒരുവിധം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ മല്ലിയിലയും ആഡ് ചെയ്യുകയാണ്. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഭയങ്കര മധുരമൊന്നും കാണില്ല, ഒരു ചെറിയൊരു മധുരമേ കാണുള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്, ഇത്രയും പരുവത്തിൽ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ദം ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സവാളയും കുറച്ച് മുന്തിരിയും കാഷ്യൂനട്ടും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ എല്ലാ ബിരിയാണിയിലും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 2 നുള്ള കുങ്കുമപ്പൂ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബിരിയാണി പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്തതാണ്, എന്നാലേ നമുക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് എടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് റൗണ്ടായിട്ട്. അപ്പോൾ നമുക്കിനി ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ദം ചെയ്യാൻ പോകുന്ന പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ്. ഞാനൊരു അല്പം ഉപ്പ് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതുപോലെ അടുക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇത് ഉരുളക്കിഴങ്ങ് എടുക്കുക. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി താഴെ പിടിക്കില്ല, അതുപോലെ തന്നെ നമുക്ക് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇതുപോലെ റോസ്റ്റായി കിട്ടും. ദം ചെയ്യുമ്പോഴത്തേക്കും ആ ഗ്രേവിയുടെ മസാല എല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് കഴിക്കാനും ഒരു പ്രത്യേകം ടേസ്റ്റാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബട്ടർ ചിക്കൻ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്യും പോലെ തന്നെയാണ് ഇത് ലെയർ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇനി അതിൻ്റെ മുകളിലേക്ക് റൈസ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ റൈസ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും കാഷ്യൂനട്ടും മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്നും കൂടെ ലെയർ ചെയ്ത് കൊടുക്കുക. ബട്ടർ ചിക്കനും ചോറും ബാക്കിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനൽ ലെയർ ചെയ്തതിന് ശേഷം ഞാൻ കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളി, കാഷ്യൂ, മുന്തിരി ആഡ് ചെയ്യുക. മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ ഞാൻ വീണ്ടും കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്താണ് ദം ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വെയിറ്റോ അങ്ങനെ ഒന്നും ഇടുന്നില്ല. കവർ ചെയ്ത് അടപ്പ് വെച്ച് നന്നായിട്ട് അടയ്ക്കുക. നമുക്കിനി ദം ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ചപ്പാത്തിക്കല്ലോ ദോശക്കല്ലോ എടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ആദ്യം ദം ചെയ്തതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് ഫ്ലെയിം ഏറ്റവും ലോയിലാക്കുക. അപ്പോൾ മൊത്തം 20 മിനിറ്റാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് അടച്ച് തന്നെ വയ്ക്കുക. അതിന് ശേഷം നമുക്ക് തുറക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഉടനെ ഇളക്കരുത്, ഒരു 10 മിനിറ്റെങ്കിലും ഇത് തുറന്ന് വെക്കുക, ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അങ്ങനെ ഭയങ്കര ഒട്ടിയൊന്നും പിടിക്കുന്നില്ല, നല്ല വിട്ട് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Also please like, subscribe and press the bell icon for regular updates. Thank you for watching.